അപ്പൂന്റെ അച്ഛനല്ലേ? ആ ചെറുക്കന്റെ പേര് പോലെ ആ സ്കൂളിൽ എന്തൊരു അലമ്പാണ് ഈ ചെറുക്കൻ. വേണ്ട, ഇന്നാള് എന്നെ ആ ഡസ്റ്റോറണ്ട് ആ കണക്ക് മാഷിന്റെ തലക്കെറിഞ്ഞിട്ട് ഈ ഗ്ലോബ് കടന്ന് കറങ്ങും പോലെയാണ് അങ്ങനെ തല കടന്ന് കറങ്ങിയത്, അറിയാമോ? എന്ത് കഷ്ടം. അതുകൊണ്ട് അല്ലെന്നെ ഇങ്ങോട്ട് തിരിച്ചെടുക്കണം പരിപാടിയില്ല. നിങ്ങൾ വച്ചിട്ട് പോവാൻ നോക്കി, എനിക്ക് തിരക്കുണ്ട്. ഇന്ന് 2 പിള്ളേർക്ക് ടീസ് എടുക്കാനുള്ളതാണ്, അറിയാമോ? അയ്യോ, പറഞ്ഞതുപോലെ ചെയ്യ് പ്രിൻസിപ്പൽ ജൂലി മാർക്കറ്റ്. ഓ തന്നെ, എനിക്ക് അഹങ്കാരമുണ്ട്. അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഓരോന്ന് ഇറങ്ങി കൊളിയനിക്കാണെങ്കിൽ പല പണികളും ഉണ്ട്. സ്കൂൾ ലാബിലിരുന്ന അസ്ഥികൂടത്തിനെ OLX-ലിട്ട് വിൽക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. പഴത്ത പിള്ളേരുടെയൊക്കെ ഒരു കാര്യം ഇതെല്ലാം നോക്കി വെക്കണം, ഇല്ലെങ്കിൽ ഇവന്മാരെ അതൊക്കെ അടിച്ചോണ്ടേ വിൽക്കും, അത് ഉറപ്പ്. നമസ്കാരം ടീച്ചർ. നമസ്കാരം. എന്താ മനസ്സിലായില്ല? ഇല്ല. ഇത് പ്ലെയർ, ഇത് ടെസ്റ്റർ, ഇത് സ്ക്രൂ ഡ്രൈവർ, ഞാൻ ഇലക്ട്രീഷ്യൻ സുധാകരൻ. എടോ, അതല്ലെന്ന് താൻ ആരാ? അത് പിന്നെ ടീച്ചറെ, IOD പഠിക്കുന്ന അപ്പൂന്റെ അച്ഛനാണ് ഞാൻ. അയ്യോടി അല്ല, 10D പഠിക്കുന്ന അപ്പൂന്റെ അച്ഛനാണല്ലേ? തന്റെ വീട്? എന്റെ വീട് അപ്പൂന്റെയും. നന്നായി അല്ലെ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ടീച്ചറെ, മോൻ പറഞ്ഞു സ്കൂളിൽ ഒരു കംപ്ലൈന്റ് ഉണ്ട്, പ്രിൻസിപ്പാളിനെ വന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞു. സ്കൂളിൽ കംപ്ലൈന്റ് ഉണ്ടെന്ന് കേട്ടപ്പോ ടെസ്റ്റും പ്ലെയറും ഒക്കെ എടുത്തോണ്ട് വന്നല്ലേ? അല്ല ടീച്ചറെ, എവിടെയാണ്? ഫാനാണോ കംപ്ലൈന്റ്? ഫാനല്ല കംപ്ലൈന്റ്, തന്റെ മോനാണ് കംപ്ലൈന്റ്. എന്റെ പൊന്നോ, ആ ചെറുക്കൻ കാണിച്ചു വെക്കണ ഓരോ കുരുത്തക്കേടുകള്. കാണിക്കോ അവൻ? കുരുത്തക്കേട് കാണിക്കോന്നു. 10-20 അടി പൊക്കോളം ആവിക്കേറി മാങ്ങോറിക്കും. എനിക്കത് കാണുമ്പോ അത്ഭുതം തോന്നും. ടീച്ചറെ, ഇതൊന്നും ഒരു അത്ഭുതമല്ല. അവന്റെ അപ്പൂപ്പൻ ടവറിന്റെ മണ്ട ഊനാലി കെട്ടി ആടുന്ന മനുഷ്യനായിരുന്നു, അറിയാവോ? ടീച്ചറെ, എല്ലായിടത്തും മാവി നല്ലയോ മാങ്ങ പറിക്കുന്നത്. അത്ഭുതം എന്ന് വെച്ചാ, ഉദാഹരണത്തിന് മാവിന്ന് തേങ്ങ പറിക്കുക, തെങ്ങിന്ന് ആപ്പിൾ പറിക്കുക, ഇതൊക്കെയാണ് അത്ഭുതങ്ങൾ. അപ്പൊ തന്റെ മകൻ മരം കയറി നടക്കുന്നേ തനിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കെന്തോ കുഴപ്പം? പിന്നെ സുധാര, അപ്പൂന്റെ ക്ലാസ്സിൽ 45 പിള്ളേരുണ്ട്. ഇത്രയും പിള്ളേര് നമ്മളെ അപ്പൂന് മാത്രമാണ് എന്ന് എംബോസിഷൻ കൊടുക്കുന്നത്. താങ്ക് യു ടീച്ചർ. പിന്നെ എന്റെ മകന് കൊടുക്കുന്നോണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ 45 കുട്ടികളുണ്ടെന്നല്ലേ പറഞ്ഞു. ഒരു ക്ലാസ്സിൽ ഒരു സാധനം കൊടുക്കുവാണെങ്കിൽ അത് ആ ക്ലാസ്സിൽ എല്ലാവർക്കും കൊടുക്കണം, അല്ലാതെ എന്റെ മകനായിട്ട് കൊടുക്കരുത്. ഇനി ചിലപ്പോ മറ്റു കുട്ടികൾക്ക് എന്റെ മകനോട് ഈഗോ അടിക്കും. അത് പഠിക്കാത്തതിന് കൊടുക്കുന്നതാണ് ഇമ്പോസിഷൻ. പിന്നെ എങ്ങനെ ചെറുക്കാൻ പഠിക്കുമെന്ന് പറ. ഓരോ സാധനങ്ങൾ പഠിക്കാത്ത പിള്ളേർക്ക് മേടിച്ചു കൊടുത്ത് അവരവര് പ്രോത്സാഹിപ്പിക്കുമല്ലോ. നമ്മളെ പഠിച്ചപ്പോ നമ്മളെ ആരും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലേ? ഇങ്ങനെയാണ് എന്റെ ചെറുക്കന്റെ ഭാവി എന്തുമായിരിക്കും? നിങ്ങളുടെ മകന്റെ ഭാവി നന്നാവണമെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞുതരാം. തനിക്കത് മനസ്സിലായി കഴിഞ്ഞാൽ താൻ ചെന്ന് തന്റെ മകനോട് മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലായോ? ടീച്ചർ പറഞ്ഞെന്ന് വെച്ചേ, ടീച്ചർ ഇപ്പൊ എന്നോടൊരു കാര്യം പറയും. അതെ, ആ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ട് അത് ഞാൻ എന്റെ മകനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണോ ടീച്ചറെ? അത് തന്നെ. ഇതൊക്കെ ടീച്ചർ നേരിട്ട് അവനോട് ചെന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. വേറെ പണിയിലോണ്ടിരുന്ന എന്നെ ഇവിടെ വിളിച്ചു വരുത്തി ഇനി മേലെ അനാവശ്യ കാര്യത്തിന് എന്നെ ഇവിടെ വിളിച്ചു പോരുത്. മനസ്സിലായോ പ്രിൻസിപ്പളെ? മനസ്സിലായി. ചേറിലാണോടോ ഇരിക്കുന്നത്? ചേറി കയറി കിടക്കാൻ പറ്റുമോ? അയ്യോ, ജൂലി മാർക്കറ്റ്, ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പൽ. ജോലി മാർക്കറ്റിലാണേ ഇവിടുത്തെ പ്രിൻസിപ്പൾ ജൂലി മാർക്കറ്റ് ഞാനല്ലേ? ടീച്ചറല്ലേ പ്രിൻസിപ്പൾ? ആ, ഞാനാര്? അപ്പൂന്റെ അച്ഛൻ. അതൊക്കെ നേരത്തെ പറയണ്ടേ, വെറുതെ. ടീച്ചർ, എനിക്കൊരു 150 രൂപ തരാവോ? എന്തിന്? അത് പിന്നെ എന്റെ വീടിന്റെ ഓട് മാറാനാ. തന്റെ വീടിന്റെ ഓട് മാറുന്നതിന് ഞാൻ എന്തിനടോ പൈസ തരണേ? ടീച്ചറെ, സ്കൂളിന്റെ ഓട് മാറണമെങ്കിൽ ഞാൻ പൈസ തന്നിട്ടുണ്ട്. പിന്നെ ആഴ്ച നിങ്ങൾക്ക് പിരിവ്. ഇന്നലെ തന്നെ ICC-യുടെ എന്താ യോഗം ഉണ്ടെന്ന് പറഞ്ഞ് ചെറുക്കന്റെ 50 രൂപ കൊണ്ടുവിട്ടില്ലേ? ICC-യുടെ യോഗോ? എന്റെ പൊന്നോ, NCC. അതിന്റെ യോഗം ഉണ്ടപ്പോ 50 രൂപ തന്നു വിട്ടില്ലേ? എടോ, താൻ ഈ പിരിവ് കൊടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ തന്റെ മോന് ഒരു പൊതി ചോറ് കൊടുക്കണോ? എന്നും ആ ചെറുക്കൻ കണ്ട പെമ്പിള്ളാരെ ചോറ്റുപാത്രത്തിൽ കൈയിട്ട് വരികയാണ് തിന്നണം, അറിയാമോ? അത് ഈ ടീച്ചർമാർ എന്നല്ലോ അവന് പറഞ്ഞു കൊടുത്തത്. എല്ലാ ആൾക്കാരും എന്റെ സഹോദരന്മാരാണ്. ഒരു സഹോദരൻ ഒരു സഹോദരിയുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി തിന്നുന്നു, അതെന്ത് കുഴപ്പം? ഒരു ദിവസം സഹോദരിയുടെ പാത്രത്തിൽ ഇത് കൈയിട്ട് വാരി തിന്നുന്നേ കുഴപ്പമില്ല. പക്ഷെ എന്നും കൈവിട്ട് വാരി തിന്നു കഴിഞ്ഞാൽ അത് ഇത്തിരി മോശമാണ് കേട്ടോ. ഇതുകൊണ്ടാ ഇത് മൊത്തം നിങ്ങളുടെ മോന്റെ കംപ്ലൈന്റ് ആണ്. വന്ന് നോക്ക്. ഒന്നും അറിയണില്ലല്ലേ?
മിസ്സായത്? ഗുഡ് മോർണിംഗ് മിസ്സായെന്നല്ല, അവരെന്നെ മിസ് എന്ന് വിളിച്ചാണ്. ഗുഡ് മോർണിംഗ് ലത. 10D പഠിക്കുന്ന മനുവിന്റെ മനുവിന്റെ മാമനെ നീ സാരിയെ കൊടുത്തു വന്നേക്കുന്നേ? മാമനല്ല, മമ്മി അമ്മയാണെന്ന്. പിന്നെ ലത, മനുവിന് കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ. മനുവിനെതിരെ കംപ്ലൈന്റ് ഉണ്ടെന്ന്. മനു ഓപ്പോസിറ്റ് കംപ്ലൈന്റ്. അത് തന്നെ. അടക്കത്തിലും ഒതുക്കത്തിലും പോണ സ്കൂളാണിത്. അടയ്ക്കാൻ പോകുന്ന സ്കൂളോ? അടയ്ക്കാ പുതിക്കാ പോകുന്ന സ്കൂളല്ലെന്ന്, ഡീസന്റ് ആൻഡ് ഡിസിപ്ലിനിൽ പോകുന്ന സ്കൂളാണിത്. ഇന്നലെ തന്നെ ലതാ നമ്മുടെ മനു നമ്മുടെ സ്കൂൾ കോംപ്ലൈന്റ് ഉള്ള മാവും മാങ്ങയും കച്ചവടം നടത്തി. അവന് കൊച്ചിനെ നല്ല ബിസിനസ് മൈൻഡ് ഉണ്ട്. മാങ്ങ വിറ്റിട്ടാണ് ബിസിനസ് മൈൻഡ് ഉണ്ടാക്കണത്. അതിന്റെ പൈസ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ടീച്ചറെ, അവ എത്ര മാങ്ങയാണ് വിറ്റത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എന്റെ പൈസ കിട്ടണം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ മെനക്കെടുത്തുന്നത്? എന്നാ പിന്നെ നിങ്ങൾക്ക് മെനക്കേട് ഉണ്ടാക്കണ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ മനുവിന് ഹിന്ദിയുടെ ഒരു വക അറിഞ്ഞൂടാ. ആര് പറഞ്ഞു? നമ്മളെ വീട്ടിലുണ്ടല്ലോ. എന്തോന്ന്? വെള്ളം ഒഴിച്ചു വെക്കുമ്പോ ഇങ്ങനെ വാല് പറഞ്ഞൊരു സാധനം. അയ്യോ, അത് കിണ്ടി, ഇത് ഹിന്ദി. ഈശ്വരാ, കിണ്ടിയും ഹിന്ദിയും തമ്മിൽ അറിഞ്ഞൂടാത്ത ആളായി പോയല്ലോ ഇത്. അതൊക്കെ നിങ്ങൾ വിട്. നിങ്ങളുടെ 2 പേരുടെ മക്കളും ജിയോഗ്രഫിയിലും ഹിസ്റ്ററിയിലും വളരെ വീക്കാണ്. ടീച്ചറെ, എന്റെ മകൻ അപ്പു കൊറിയോഗ്രാഫിയിലാണോ അതോ സർജറിയിലാണോ വീക്ക്? കൊറിയോഗ്രാഫി, സർജറി എടോ, ജിയോഗ്രഫി ഹിസ്റ്ററി അതിലാണോ വീക്ക്? അതിലാണ് ഏകദേശം വീക്ക്. ഇത് ചെയ്യാനെന്ന് പറ. അതൊക്കെ പോട്ട്. നിങ്ങളുടെ 2 പേരുടെ മക്കളും സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ആക്ടിവിറ്റി? എന്റെ മോനെ എത്ര ആട്ടി വിട്ടാലും ഒരു നാണോ മാനോ ഇല്ലാതെ ആ ചെറുക്കൻ വീട്ടിൽ കയറി തിന്നാൻ വരും. എന്താ ചെയ്യാനെന്ന് പറ ടീച്ചർ. അയ്യോ, ആവശ്യമില്ലാത്ത ഓരോ മരങ്ങ് വിളിച്ചോളും. ഈ പാട്ട് ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റുമോ? ഒന്നും കൂടി. പിന്നെന്താ ടീച്ചറേ, ഞാൻ പറയത്തേണ്ട, ഈ പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാവോ? ആന്തിനി, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? വേടാ. സോനാ സോനാ നീ ഒന്നാം നമ്പർ, അടിമുടി വടി വടകിൽ ഒന്നാം നമ്പർ. സോനാ സോനാ നീ ഒന്നാം നമ്പർ, പടയടി അടി പൊള്ളിയിൽ ഒന്നാം നമ്പർ. കടമിഴികിണയിൽ മലരഴകല്ലേ, മണിമുകിലല്ലേ കരിമുടി ഇഴകിൽ, മറുപടി നീ ചൊല്ലൂ രംഗിരംഗില. സോനാ സോനാ നീ ഒന്നാം നമ്പർ, അടിമുടി വടി വഴകിൽ ഒന്നാം നമ്പർ. ഒത്തിരി കൊല്ലം പുറകോട്ട് പോയ പോലെ അല്ലേ? ഈ കഴിവൊന്നും നമ്മുടെ മക്കൾക്ക് കിട്ടിയിട്ടില്ലല്ലേടി. എന്ത് കഴിവിന്റെ കാര്യമാണ് ഈ പറയണത്? ടീച്ചർ കണ്ടില്ലേ ഇപ്പൊ നമ്മൾ ഡാൻസ് ചെയ്തത്? ഇതൊക്കെ എവിടത്തെ ഡാൻസടേ? പിന്നെ ഡാൻസ് കണ്ടിട്ട് എന്താ ചെയ്യുന്നത് ചോദിക്കുന്നത് നിങ്ങളാണ്. ഡാൻസിനെ കുറിച്ച് എന്താ അറിയുന്നത്? എനിക്ക് ഡാൻസിനെ കുറിച്ച് എന്തോ അറിയാന്നോ? കുച്ചിപ്പുടി, കൂടിയാട്ടം, അമ്മൻകുടം, ഇതൊക്കെ എനിക്കറിയാം. ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളും എനിക്കറിയാം. കഥകളി അറിയാമോ? കഥകളി അറിയാന്നല്ല, കഥകളും അറിയാം. കഥകളോ? സുധാകര, നീ മിണ്ടാതിരുന്നില്ലെങ്കിൽ നിന്റെ കഥ ഞാൻ ഇപ്പൊ ഇവിടെ പറയുവേ. നമ്മളില്ലേ? പിന്നെ എനിക്ക് സിനിമാസ്റ്റിക് ഡാൻസ് അറിയാം. സിനിമാറ്റിക് അല്ലേ? ഇതിലെ അത് 2 പേർക്ക് ഒന്ന് തന്നെ. പണ്ടുള്ള സ്കൂളിൽ സിനിമാ പാട്ടിട്ട് ഡാൻസ് കളിക്കുമ്പോ തെറ്റിക്കാനാ ടീച്ചർമാര് വടി വെച്ച് ഓരോന്നങ്ങ് കൊടുക്കും. അതാണ് ഇവിടെ ഈ പറഞ്ഞ സിനിമാസ്റ്റിക് ഡാൻസ്. എന്തൊക്കെ പറയാൻ, നിങ്ങളെ കൊണ്ട് ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റുമോ എനിക്ക് തോന്നണില്ല. ടീച്ചർ ഒരു കാര്യം ചെയ്യ്, എന്നെ ഡാൻസ് കളിപ്പിച്ച് തോപ്പിക്കാൻ പറ്റുമോ ടീച്ചർ ഒന്ന് നോക്ക്. സുധാകര, അവളോട് പോയി പറ. എടോ ഒന്ന് പാട്ടിടോ. പാട്ടിടുന്നതിന് മുമ്പ് എനിക്ക് ആട്ടക്കാരോട് ചോദ്യം ചോദിക്കാനുണ്ട്. ആട്ടക്കാരോട് മാത്രമുള്ള ചോദ്യം ഗോതമ്പ് പൊടിക്കാരോടില്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ സ്കൂളിന്റെ ഏറ്റവും വലിയ ശാപം ഓരോന്ന്. നിങ്ങൾ അല്ലാതെ ഈ ആട്ടണ മാട്ട സാധനം നിങ്ങൾ ഇവിടെ അടിക്കുവോ? അങ്ങനെ പറയുന്നു. ഒന്നാമത് ഈ സ്കൂളില് കുട്ടികൾ കുറവാണ്. എങ്ങനെ കുറവ് വരാതിരിക്കും? പിള്ളേരെന്തായാലും മിണ്ടി കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾ TC കൊടുത്ത് വിടുവല്ലയോ? പിന്നെ എങ്ങനെ പിള്ളേരുണ്ടാവുന്നേ? ഈ പ്രിൻസിപ്പൾ ആയിപ്പോ എല്ലാരും ഈ ഗ്ലോബ് എടുത്ത് തലമണ്ടയ്ക്ക് അടിച്ചാനേ. അല്ല, ഞാൻ ചോദ്യം ചോദിക്കട്ടെ. കൈയും മെയ്യും ഒത്തുചേരുന്നതാണ് നൃത്തം. എന്നാൽ മെയ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മെയ് എത്തിയാൽ സൂക്ഷിക്കണം. മെയ് 15-ന് ശേഷം മഴയാണ്. കറണ്ട് പോവാൻ, ഇടി വെട്ടാനും നല്ല ചാൻസ് ഉണ്ട്. സാധാരണ ഇടി വെട്ടിയിട്ട് കാര്യമില്ല, വെള്ളിടി വെട്ടണം. അത് നിന്റെ ഉച്ചയ്ക്ക് തന്നെ. സുധാകര, ആശീർവാദം വേണം. ആശീർവാദം ആന്റണി പെരുമാറി വിട്ടുവരുമെന്ന് എനിക്ക്. അനുഗ്രഹം വേണോന്ന്. അന്യഗ്രഹം കൊണ്ടൊന്നും തരാൻ ഞാൻ വല്ല അന്യഗ്രഹ ജീവിയാടി. തലയില് കൈ വെക്കണോന്ന്. മിക്കവാറും നിന്റെ
ഡാൻസ് ചെയ്യുമ്പോഴോ ഇരിക്കുന്ന എല്ലാരും നിന്നെ തല കൈവച്ച് പ്രാഗിക്കോളും. അതെ, സ്വന്തം കൂട്ടുകാരിയുടെ കഴിവുകൾ പുകഴ്ത്തി കഴിഞ്ഞെങ്കിൽ നൃത്തം വെക്കാനുള്ള പാട്ടിട്ടാ കൊള്ളായിരുന്നു. നൃത്യമൊക്കെ പിന്നെന്നാത്തിനാ പാട്ടിരുന്നത്? എടോ, നിർത്തി വെക്കാനല്ലെന്ന്, നൃത്യങ്ങൾ കാണിക്കാനുള്ള പാട്ടിടാൻ. എന്നാ പിന്നെ പാട്ടിടുവാണേ. എന്റെ പെർഫോമൻസ് അല്ലേ നല്ലത്? എന്റെ പെർഫോമൻസ് അല്ലേ നല്ലത്? നിങ്ങളുടെ രണ്ടുപേരുടെ പെർഫോമൻസ് കൊള്ളാം, പക്ഷെ നമ്മുടെ മക്കളുടെ പെർഫോമൻസ് അത്രയും വന്നിട്ടില്ല. പ്രിൻസിപ്പാളും ലതയാന്റിയും എന്റെ അച്ഛനും കൂടി ഓഫീസ് റൂമിൽ തകർത്താടി നിർത്തോന്നും പറഞ്ഞ് അമ്മമാരൊരു ക്യാപ്ഷൻ ഇട്ട് ഇതൊക്കെ ലൈവ് ഇട്ടെന്ന്. സുധാകര പറ, എന്റെ പെർഫോമൻസ് അല്ലേ നല്ലത്? എന്റെ പെർഫോമൻസ് അല്ലേ നല്ലത്? ഇതിന് വിധി പറയാൻ ഞാനല്ല, ആളല്ല, ഇത് കണ്ടതാണ് എന്റെ വിധി. ഇതിന് വിധി പറയാൻ പറ്റിയ ആൾക്കാരുണ്ട്. ആര്? ഇരിക്കുന്നു, അവരോട് പോയി ചോദിക്കും. നമസ്കാരം.